അപ്പോൾ നമ്മുടെ മെയിനായിട്ട് 2 കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അത് ചതുരത്തിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ ഫ്രെയിം വയ്ക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കലണ്ടറോ ന്യൂസ് പേപ്പറോ എന്തായാലും കുഴപ്പമില്ല, എന്ത് വേണേലും ഉപയോഗിക്കാം. അതിനുശേഷം അത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്കെയിലിൻ്റെ വണ്ണത്തിൽ നമുക്ക് ചതുരത്തിൽ നമുക്കിങ്ങനെ ചുരുട്ടിയെടുക്കാം. ഈ വണ്ണത്തിലെങ്കിലും നിങ്ങൾ ചുരുട്ടാൻ ശ്രമിക്കുക, കാരണം അതിൻ്റെ ഫ്രെയിമായിട്ട് വയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ചുരുട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ അറ്റം നമുക്ക് ഒന്ന് ഫെവിക്കോൾ വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലൊരു 8 പീസ് ആവശ്യമുണ്ട് നമുക്ക്. ഇതുപോലെ നമ്മളൊരു 8 പീസ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ അതുപോലത്തെ 8 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കാർഡ്ബോർഡ് എടുക്കുക. ഒരു കാർഡ്ബോർഡ് വെച്ച് കഴിഞ്ഞാൽ കട്ടി കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് വെക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് ഫെവിക്കോൾ ആഡ് ചെയ്തിട്ട് അത് ഒരുമിച്ച് വയ്ക്കാം, ഒട്ടിച്ച് വെക്കാം. അപ്പോൾ നമ്മളിവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ഒട്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഫ്രെയിം എടുക്കുക. അതിനുശേഷം ആ ഫ്രെയിം നമുക്ക് 2 എണ്ണമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. നമ്മളെടുത്തിരിക്കുന്ന 8 പീസാണ്. അത് ഇതുപോലെ ഒട്ടിച്ച് വരുമ്പോൾ കറക്റ്റ് 4 പീസായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കറക്റ്റ് 4 പീസായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കത് കാർഡ്ബോർഡിലേക്ക് വെച്ച് കറക്റ്റ് അളവിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മളൊരു പെൻ വെച്ച് അതിൻ്റെ കറക്റ്റ് അളവ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ കറക്റ്റ് ചതുരത്തിൽ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഓരോ മൂല നമുക്ക് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അതിൻ്റെ അളവ് നമ്മളൊരു സ്കെയിൽ എടുത്തതിന് ശേഷം കറക്റ്റ് 2 സെൻറ്റിമീറ്റർ താഴത്തേക്ക് ഒരു മാർക്ക് ഇടുക. മാർക്ക് ഇട്ടതിന് ശേഷം ആ മാർക്കിൻ്റെ അവിടെ നിന്ന് നേരെ ഏതെങ്കിലും ഒരു മൂലയിലോട്ട് നമുക്കൊരു ലൈൻ വരയ്ക്കുക. അത് കറക്റ്റ് 45 ഡിഗ്രിയാണത്. അതിനുശേഷം ആ ലൈൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ ഈ 4 എണ്ണത്തിൻ്റെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ കണ്ടോ, കറക്റ്റ് നമുക്കൊരു ചതുരത്തിൽ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഫ്രെയിം നമുക്കൊന്ന് ബ്ലാക്ക് കളർ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഒരു ബ്ലാക്ക് ഓയിൽ പേസ്റ്റാണ്. അത് നമുക്ക് ഫ്രെയിമിൽ അടിച്ചു വെക്കാം. അപ്പോൾ ഈ ഫ്രെയിമിൽ ബ്ലാക്ക് കളർ അടിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഉണക്കാൻ വെക്കണം. എന്നാലാണ് ശരിക്കും ആ കളർ അതിലേക്ക് ഒട്ടിയിരിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് അടിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മുടെ മെയിനായിട്ടായ നമ്മുടെ ചിരട്ട എടുക്കുക. ചിരട്ട നമുക്ക് നടുവേന്ന് മുറിക്കണം. അതിനായിട്ട് നമ്മളൊരു ആക്സോ ബ്ലേഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മുറിക്കുക. അപ്പോൾ നമ്മുടെ ചിരട്ട ഇവിടെ 2ആയിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഭാഗം എടുത്തിട്ട് അതിൻ്റെ മുകളിലുള്ള നാരെല്ലാം നമുക്ക് ചിരണ്ടി കളയുക. അപ്പോൾ നമ്മളിവിടെ നാരൊക്കെ നന്നായിട്ട് ചിരണ്ടി കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു കാർഡ്ബോർഡ് എടുത്തതിന് ശേഷം കറക്റ്റ് ചിരട്ടയുടെ അളവിൽ നമുക്ക് പെൻ വെച്ചൊന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ടത് നമുക്ക് കീറിയെടുക്കേണ്ടതുണ്ട്. നന്നായിട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്കത് കീറിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ കറക്റ്റ് അതേ ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫെവിക്കോൾ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ചിരട്ടയിലേക്ക് ഒട്ടിച്ച് വെക്കാം. നന്നായിട്ട് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നന്നായിട്ട് നമ്മളിത് ഒട്ടിക്കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചിരട്ടയിലേക്ക് നമുക്ക് കുറച്ച് ഫെവിക്കോൾ തൂത്തിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ന്യൂസ് പേപ്പർ അതിലേക്ക് ആഡ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കളർ ആഡ് ചെയ്യുമ്പോഴും ഇതുപോലെ ന്യൂസ് പേപ്പർ എന്തെങ്കിലും നമുക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് കളർ ശരിക്കും അതിലേക്ക് പിടിക്കില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ട് ന്യൂസ് പേപ്പർ വെച്ച് ഒട്ടിച്ചതിന് ശേഷം കളർ ആഡ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ബ്ലാക്ക്
ബ്ലാക്ക് അല്ല, സോറി, നമ്മളൊരു ബ്രൗൺ ഓയിൽ പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്രൗൺ ഓയിൽ പേസ്റ്റ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് നമുക്ക് ഉണക്കാൻ വയ്ക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം ഒട്ടിച്ച് വെച്ച് നമ്മുടെ ഫ്രെയിം എടുക്കുക. ഫ്രെയിം നമുക്ക് കാർഡ്ബോർഡിലേക്ക് ഒട്ടിക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഫ്രെയിമിൻ്റെ അകത്ത് വയ്ക്കാൻ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു പിങ്ക് A4 ഷീറ്റ് പേപ്പറാണ്. അത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ബ്ലാക്ക് ഫ്രെയിം അതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒട്ടിച്ചു കൊടുക്കാം. അത് വെച്ചതിന് ശേഷം ഇതിൻ്റെ മേളിൽ കൂടെ നമുക്ക് ഫെവിക്കോൾ തൂത്തിട്ട് നമുക്ക് ബ്ലാക്ക് ഫ്രെയിം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതിലേക്ക് ഫ്രെയിം ഒട്ടിച്ചു വെച്ചു. അപ്പോൾ നന്നായിട്ട് ഇത് ഒട്ടിച്ചു വെക്കുക. അപ്പോൾ ഇത് കണ്ടോ, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചിരട്ടയിൽ ഇതെടുക്കുക. അതിലേക്ക് നമുക്ക് ഫെവിക്കോൾ ആഡ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ നടുവിലേക്ക് നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കപ്പിൻ്റെ രീതിയിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടാണ്. കാർഡ്ബോർഡും ഇതുപോലെ ചിരട്ടയൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഓരോ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതിനുശേഷം നമുക്ക് ഒരു കപ്പിൻ്റെ പിടിയായിട്ട് നമുക്കൊരു ബ്രൗൺ കളറിൽ നമുക്കൊരു പിടി നമുക്ക് അടിച്ചു കൊടുക്കാം, കളർ അടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഡെക്കറേഷൻ ചെയ്യാം. നമുക്ക് ചായയിൽ നിന്ന് ഇങ്ങനെ ആവി പൊങ്ങണ പോലെ നമുക്ക് ഒരു ഡിസൈൻ പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് A4 പേപ്പറും കൊണ്ട് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തോന്നണ പോലെ നമുക്ക് ഇതിലേക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എപ്പോഴും പറയുന്നതാണ്. ഇതുപോലെ തന്നെ എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.